സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറയുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിവരം. 2 ജില്ലകളിൽ റെഡ് അലർട്ട് ഉണ്ടെങ്കിലും പ്രതീക്ഷിച്ച മഴ ഇന്ന് പെയ്യുന്നില്ല എന്നത് ആശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് നിലവിൽ ഉള്ളത്. വിവരങ്ങൾ മാനസ തിരുവനന്തപുരത്ത് നിന്ന് നൽകും. മാനസ, സംസ്ഥാനത്ത് 2 ജില്ലകളിൽ റെഡ് അലർട്ട് ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇന്ന് മഴയുടെ ശക്തി കുറഞ്ഞു ഇപ്പോൾ റെഡ് അലർട്ട് പിൻവലിച്ചു എന്ന പുതിയ വിവരം കൂടി നമ്മുടെ മുൻപിലേക്ക് വരികയാണ്. കാരണം നമുക്കത് അതിലൊരു വ്യക്തത വരികയാണ്. ഇന്ന് മഴ കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ റെഡ് അലർട്ടിന്റെ ഒരു സാഹചര്യമില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മാനസ തരും വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന്. മാനസ, ഇപ്പോൾ റെഡ് അലർട്ട് കൂടി പിൻവലിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് കഴിഞ്ഞ 2-3 ദിവസമായി പെയ്ത മഴയുടെ ശക്തി കുറയുന്നു എന്നാണോ ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്? പുതിയ അറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലായിരുന്നു റെഡ് അലർട്ട് ഉണ്ടായിരുന്നത്. എന്നാൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ റെഡ് അലർട്ട് മാറ്റി ഇപ്പോൾ ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത്. ഇതോടെ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്, അതായത് അതിശക്തമായ മഴ സാധ്യത കണക്കാക്കുന്നത്. പക്ഷേ നിലവിൽ 2 ദിവസമായി മാനസയുടെ ശബ്ദം വ്യക്തമാകുന്നില്ല. ഏതായാലും ഇപ്പോൾ സംസ്ഥാനത്ത് 2 ജില്ലകളിൽ കൂടി ഉണ്ടായിരുന്ന റെഡ് അലർട്ട് പിൻവലിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ കാലാവസ്ഥാ റിപ്പോർട്ടർ എന്ന് പറയുന്നത്. അതായത് അതിതീവ്ര മഴയുടെ സാന്നിധ്യം നിലവിൽ സംസ്ഥാനത്തില്ല എന്നതാണ് ഒരു ആശ്വാസം നൽകുന്ന കാര്യം. ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ മഴയുടെ ശക്തി പലയിടങ്ങളിലും കുറഞ്ഞു തുടങ്ങിയിരുന്നു. ഇന്ന് പുലർച്ചെയുമൊക്കെ നമുക്ക് അങ്ങനെ തന്നെയാണ് കാണാൻ കഴിയുന്നത്. മഴയുണ്ടായിരുന്നില്ല ചിലയിടങ്ങളിൽ, എന്നാൽ ഒറ്റപ്പെട്ട മഴ പെയ്യുകയും ചെയ്യുന്നുണ്ട്. അതങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പിന്റെ പുതിയ പ്രവചനത്തിൽ പറയുന്നത്. മാനസ, അതായത് സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറയുന്നു, എന്നാൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് താനും, അല്ലേ? അതുതന്നെയാണ് മനു. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ മഴയ്ക്ക് കനത്ത ശമനം എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് പ്രകാരം മുന്നോട്ട് വെക്കുന്നത്. നിലവിൽ റെഡ് അലർട്ടുകൾ ഉണ്ടായിരുന്ന കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാക്കി മാറ്റിയിട്ടുണ്ട്. ഇതോടെ 5 ജില്ലകളിലാണ് നിലവിൽ ഓറഞ്ച് അലർട്ട് ഉള്ളത്. അതായത് അതിശക്തമായ മഴ സാധ്യതയാണ് കണക്കാക്കുന്നതെങ്കിൽ കൂടിയും നിലവിൽ മഴയ്ക്ക് നല്ല രീതിയിലുള്ള ശമനം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ജില്ലകളിൽ, അതായത് എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നിലനിൽക്കുന്നുണ്ട്. വരും മണിക്കൂറുകളിലും ഒരുപക്ഷെ മഴയ്ക്ക് ഇതേ രീതിയിലുള്ള ശമനം ഉണ്ടാവുകയാണെങ്കിൽ മുന്നറിയിപ്പിൽ മാറ്റം വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഏതായാലും അതിശക്തമായ മഴ സാധ്യത കണക്കാക്കുന്നുണ്ടെങ്കിലും കൂടിയും അത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മാത്രമായിരിക്കും എന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്. അതീവ ജാഗ്രത തുടരണമെന്ന നിർദ്ദേശവുമുണ്ട്. നിലവിൽ മലയോര തീരദേശ മേഖലകളിലാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ താഴത്തെ ഭാഗങ്ങളിൽ താമസിക്കുന്നവരോടും ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ശരി മാനസ, ഏതായാലും വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. മഴയുടെ ശക്തി കുറയുന്നു, റെഡ് അലർട്ടുകൾ പിൻവലിച്ചിരിക്കുന്നു സംസ്ഥാനത്ത്. വിവരങ്ങളാണ് മാനസ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.